ഉസ്താദ് സാക്കിർ ഹുസൈൻ ഇദ്ദേഹം തബല വിദ്വാനായിരുന്നു. 2024 ഡിസംബർ 15 ഇദ്ദേഹം മരണപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് നോട്ട്സ് നോക്കാം. ഉസ്താദ് സാക്കിർ ഹുസൈൻ തബല വിദ്വാൻ. അദ്ദേഹത്തിന്റെ ബർത്ത് നെയിം എന്ന് പറയുന്നത് സാക്കിർ അല്ലാ രഖ ഖുറൈഷി. എന്താണ്? സാക്കിർ അല്ലാ രഖ ഖുറൈഷി. മറ്റൊരു നാമം ഉസ്താദ് അല്ലാ രഖ സാക്കിർ ഹുസൈൻ എന്നും പറയുന്നു. 2024 ഡിസംബർ 15 മരണപ്പെട്ടു. അദ്ദേഹം ജനിച്ചത് 1951 മാർച്ച് 9 മുംബൈയിലാണ് ജനിച്ചത്. തബലയിൽ മെലഡി നൽകുന്ന പ്രതിഭയെന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. എന്താണ്? തബലയിൽ മെലഡി നൽകുന്ന പ്രതിഭയെന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. ശക്തി ഫ്യൂഷൻ സംഗീത ബാൻഡ് സഹപ്രവർത്തകരോടൊപ്പം ചേർന്ന് രൂപീകരിച്ചു. ശക്തി ഫ്യൂഷൻ സംഗീത ബാൻഡ് സഹപ്രവർത്തകരോടൊപ്പം ചേർന്ന് രൂപീകരിച്ചു. 4 തവണ ഗ്രാമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോഴും 7 തവണ നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അതിൽ 4 തവണ ഗ്രാമി അവാർഡ് ലഭിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള താളവാദ്യ വിദഗ്ധരെ സമന്വയിപ്പിച്ച് പ്ലാനറ്റ് ഡ്രം എന്ന പേരിൽ അമേരിക്കൻ താളവാദ്യ വിദഗ്ധൻ മിക്കി ഹാർട്ട് തയ്യാറാക്കിയ ആൽബത്തിലെ പ്രകടനത്തിനായിരുന്നു ആദ്യ ഗ്രാമി നേട്ടം. മറ്റ് 2 അവാർഡ് ലഭിച്ചത് 2024. 1988 പത്മശ്രീ, 2002 പത്മഭൂഷൺ, 2023 പത്മവിഭൂഷൺ എന്നിവ ലഭിച്ചു. 1990 സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചു. ഏതൊക്കെ അവാർഡാണ് ലഭിച്ചത്? 1988 പത്മശ്രീ, 1990 സംഗീത നാടക അക്കാദമി അവാർഡ്, 2002 പത്മഭൂഷൺ, 2023 പത്മവിഭൂഷൺ, പിന്നെ 2024 3 ഗ്രാമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. വാനപ്രസ്ഥം എന്ന മലയാള സിനിമയ്ക്ക് സംഗീതം നൽകി. വാനപ്രസ്ഥം എന്ന മലയാള സിനിമയ്ക്ക് സംഗീതം നൽകി. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ സംഗീതവും ചിട്ടപ്പെടുത്തി. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ സംഗീതവും ചിട്ടപ്പെടുത്തി. അമേരിക്കയിലെ പരമ്പരാഗത കലാകാരന്മാർക്കും സംഗീതജ്ഞർക്കും നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയായ യുണൈറ്റഡ് നാഷണൽ എൻഡോവ്മെന്റ് ഫോർ ആർട്സ് നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പ് 1999 നേടി. എന്താണ്? യുണൈറ്റഡ് നാഷണൽ എൻഡോവ്മെന്റ് ഫോർ ആർട്സ് നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പ് 1999 നേടി. ഇത്രയുമാണ് ഉസ്താദ് സാക്കിർ ഹുസൈന്റെ പോയിന്റ്സ്. അതിനോടൊപ്പം നമുക്ക് 66ാമത് ഗ്രാമി അവാർഡ് 2024 അർഹരായ ഇന്ത്യക്കാരെ കൂടി നോക്കാം. സാക്കിർ ഹുസൈന് 3 ഗ്രാമി അവാർഡ് ലഭിച്ചു.